ഹായ് ഓൾ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യുണൈറ്റഡ് നേഷൻസിനെ പറ്റിയാണ് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ പറ്റിയാണ്. യുണൈറ്റഡ് നേഷൻസ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഫോം ചെയ്ത ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനായിരുന്നു ഉണ്ടായിരുന്നത്. ലോകത്ത് പീസ് നിലനിർത്താൻ അങ്ങനെ ഒരു എയിമോട് കൂടി ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടാം മഹായുദ്ധത്തിന് ശേഷം അത് സക്സസ് അല്ല എന്ന് കണ്ടതുകൊണ്ട് ലീഗ് ഓഫ് നേഷൻസ് പിരിച്ചുവിട്ടതിന് ശേഷം പുതിയതായിട്ട് ലോകത്ത് സമാധാനവും സാഹോദര്യവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് UN എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത് 24 ഒക്ടോബർ 1945 ഫോം ചെയ്തത്. ഇനി ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത് അന്നത്തെ US പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ടാണ്. കറൻ്റ്ലി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ UNOയിൽ 193 മെമ്പേഴ്സാണ് ഉള്ളത്. യുവൻ്റെ എല്ലാ വർക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ മിഷനും ഒക്കെ UN ഉണ്ടാക്കിയ സമയത്ത് അവർ ഫോം ചെയ്ത ഒരു ചാർട്ടറിനെ ബേസ് ചെയ്തിട്ട്, ഒരു എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അല്ലെങ്കിൽ UN ചാർട്ടറിൽ എങ്ങനെയാണ് UN ഫങ്ഷൻ ചെയ്യേണ്ടത്, യുവൻ്റെ മിഷൻ എന്താണ് എന്നൊക്കെ അവർ എഴുതിയിരുന്നു. ആ ഒരു ചാർട്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും UNൻ്റെ ഫങ്ഷനിങ് ഉള്ളത്. ഇനി യുണൈറ്റഡ് നേഷൻസിന് നമ്മളുടെ ഹ്യൂമാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഇഷ്യൂസിലും ഇടപെടാനും അതിനു വേണ്ട സൊല്യൂഷൻസ് കൊടുക്കാനുമുള്ള പ്രൊവിഷൻസ് UNൻ്റെ ചാർട്ടറിലുണ്ട് കേട്ടോ. അപ്പം മെയിൻലി യുണൈറ്റഡ് നേഷൻസ് ക്യാൻ ടേക്ക് ആക്ഷൻസ് ഓൺ ദി ഇഷ്യൂസ് കൺഫ്രണ്ടിങ് ഹ്യൂമാനിറ്റി ഇൻ ദ 21st century സച്ച് ആസ് പീസ് ആൻഡ് ഡിഗ്നിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, പീസ് ആൻഡ് സെക്യൂരിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ റൈറ്റ്സ്, ഡിസാർമമെൻറ്റ്, ടെററിസം, ഹ്യൂമനിറ്റേറിയൻ ആൻഡ് ഹെൽത്ത് എമർജൻസീസ്, ജെൻഡർ ഇക്വാലിറ്റി, ഗവേണൻസ്, ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് മോർ. ഈ ഒരു കാറ്റഗറിയിലുള്ള ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഉള്ള കാര്യങ്ങളിലും ഇടപെടുവാനും ആക്ഷൻസ് എടുക്കുവാനുമുള്ള ഒരു അധികാരം UNന് ഉണ്ട്. UNൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് സെക്രട്ടറി ജനറലാണ്. UN's ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈസ് ദ സെക്രട്ടറി ജനറൽ. ഇപ്പം UNൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന ആളാണ്. UNൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക് സിറ്റിയാണ്. ഇത്രയാണ് ജനറലി UNനെ പറ്റി അറിഞ്ഞു വയ്ക്കേണ്ടത്. ഇനി UN മെയിൻലി 6 മെയിൻ ഓർഗൻസാണ് അല്ലെങ്കിൽ മെയിൻ ബോഡീസാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ജനറൽ അസംബ്ലി, സെക്കൻഡ് വൺ സെക്യൂരിറ്റി കൗൺസിൽ, തേർഡ് വൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ഫോർത്ത് വൺ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ഫിഫ്ത്ത് വൺ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ലാസ്റ്റ് വൺ സെക്രട്ടേറിയറ്റ്. ഇത്രയും ബോഡീസാണ് UNൻ്റെ ഫങ്ഷനിങ്ങിനുള്ളത്. ഇത് ഓരോന്നിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ജനറൽ അസംബ്ലി. UNൽ 193 മെമ്പേഴ്സാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 193 മെമ്പേഴ്സ് എല്ലാം ഉള്ളത് ജനറൽ അസംബ്ലിയിലാണ് കേട്ടോ. ഈ ജനറൽ അസംബ്ലിയിൽ ഓൾ ദ 193 മെമ്പർ സ്റ്റേറ്റ്സ് കേട്ടോ. ഇനി ഈ ഒരു ജനറൽ അസംബ്ലിയിലാണ് നമ്മളുടെ ഇൻ്റർനാഷണൽ ഇഷ്യൂസ്, ഹ്യൂമനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻ്റർനാഷണൽ ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുന്നതും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഈ ഒരു ജനറൽ അസംബ്ലിയിലാണ്. ഇപ്പം അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇഷ്യൂസ്. ഡിസ്കസ് ആൻഡ് വർക്ക് ടുഗദർ ഓൺ എ വൈഡ് അറേ ഓഫ് ഇൻ്റർനാഷണൽ ഇഷ്യൂസ് കവേർഡ് ബൈ ദ ചാർട്ടർ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് സച്ച് ആസ് ഡെവലപ്മെൻറ്റ്, പീസ് ആൻഡ് സെക്യൂരിറ്റി, ഇൻ്റർനാഷണൽ ലോ എക്സെട്ര കേട്ടോ. അങ്ങനെ ഹ്യൂമൻ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് ഇൻ്റർനാഷണൽ ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു അസംബ്ലിയിലാണ്. ഇനി എവറി ഇയർ ഇവർ ഈ 193 മെമ്പർ സ്റ്റേറ്റ്സ് ന്യൂയോർക്കിൽ കൂടി ചേർന്ന്
ഇങ്ങനത്തെ ഡിസ്കഷൻസും കാര്യങ്ങളുമൊക്കെ നടക്കാറുണ്ട് കേട്ടോ, എവറി ഇയർ ഇൻ സെപ്റ്റംബർ. ഇനി വരുന്നത് സെക്യൂരിറ്റി കൗൺസിലാണ്. സെക്യൂരിറ്റി കൗൺസിലിന് UN സംബന്ധിച്ചിടത്തോളം ഒരുപാട് പവേഴ്സ് ഉള്ള ഒരു മെമ്പറാണ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഒരു ഓർഗനാണ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. സെക്യൂരിറ്റി കൗൺസിലിലുള്ളത് 15 മെമ്പേഴ്സാണ് കേട്ടോ. ഈ ജനറൽ അസംബ്ലിയിലുള്ള 15 മെമ്പേഴ്സിനെയാണ് സെക്യൂരിറ്റി കൗൺസിലിലേക്ക് എടുത്തിരിക്കുന്നത്. അവരിൽ 5 പേര് പെർമനൻറ്റ് മെമ്പേഴ്സാണ്, ബാക്കിയുള്ളവർ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സാണ്, ഇടയ്ക്ക് മാറി വരാം. അപ്പം ഈ ഒരു പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് US ആണ് കേട്ടോ. ഈ 5 ശക്തികളാണ് പെർമനൻറ്റ് മെമ്പേഴ്സായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ് കേട്ടോ. മെയിൻ്റനൻസ് ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. പിന്നെ ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തി സമാധാന ചർച്ചകൾ നടത്താനും തമ്മിൽ എന്തെങ്കിലും സെറ്റിൽമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നടത്താനും ഈ ഒരു സെക്യൂരിറ്റി കൗൺസിലിന് പവറുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ സമാധാനപൂർണ്ണമായി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ബൈ റൂള് ഫോഴ്സ്ഫുള്ളി ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ളൊരു പവർ ഉണ്ട് കേട്ടോ. ഇന്ന് അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ സം കേസസ് ദ സെക്യൂരിറ്റി കൗൺസിൽ ക്യാൻ റിസോർട്ട് ടു ഇമ്പോസിങ് സാങ്ഷൻസ് ഓർ ഈവൻ authorize the use of force to maintain or restore international peace and security. ഇനി നമുക്കുള്ളത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ് കേട്ടോ. ഒരു ഹ്യൂമാനിറ്റിയെ സംബന്ധിച്ച് വരുന്ന എല്ലാ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസും പഠിക്കുകയും വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യാനുള്ള ഒരു പവർ ഈ സോഷ്യൽ കൗൺസിലിന് ഉണ്ട്. അതായത് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇക്കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് നമ്മളുടെ ഒരു രാജ്യം എക്കണോമിക്കലി അല്ലാതെ സാമ്പത്തികപരമായിട്ട് മുന്നേറുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ സാഹചര്യങ്ങൾ, അത് എൻവയോൺമെൻറ്റിനും കോട്ടം തട്ടാത്ത രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. അതായത് 2 കാര്യങ്ങളും നമ്മളുടെ എക്കണോമി ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് എൻവയോൺമെൻറ്റും പ്രൊട്ടക്റ്റഡായി ഡെവലപ്പ് ആവുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു കൗൺസിലിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അടുത്തത് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ മെയിൻ മെമ്പേഴ്സ് ഈ പറഞ്ഞ സെക്യൂരിറ്റി കൗൺസിലിലെ മെമ്പേഴ്സാണ് ഇതിലെ പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ട്രസ്റ്റിഷിപ്പ് സ്റ്റേറ്റ്സിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവിടെയുള്ള ആൾക്കാരുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ട്രസ്റ്റ് ടെറിട്ടറീസിന് അവരുടേതായ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരിക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. ട്രസ്റ്റിഷിപ്പ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചില പ്രദേശങ്ങൾ ഏത് രാജ്യത്തിൻ്റെ പാർട്ട് എന്ന രീതിയിൽ ഇപ്പോഴും തർക്കങ്ങൾ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇപ്പം തർക്കബാധിത പ്രദേശങ്ങളെയാണ് നമ്മുടെ ടെറിട്ടറീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സിറിയ, പാലസ്തീനൊക്കെ പോലെയുള്ള സ്ഥലങ്ങൾ. അപ്പം അവിടെയുള്ള ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷനും അവരുടെ ഒരു ഇൻഡിപെൻഡൻസ്, സെൽഫ് ഗവൺമെൻറ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കൗൺസിലാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ 15 ജഡ്ജസ് ആണ് മെയിനായിട്ടും ഉള്ളത്. 15 ജഡ്ജസ് അവർ എലക്ട് ചെയ്യുന്നത് ജനറൽ അസംബ്ലി സെക്യൂരിറ്റി കൗൺസിലുമാണ് അവരെ എലക്ട് ചെയ്യുന്നത്. ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും കൂടി ചേർന്നാണ് അവരെ എലക്ട് ചെയ്യുന്നത്. അവർക്ക് 9 years ആയിരിക്കും ആ ഒരു കൗൺസിലിൽ നിൽക്കാനുള്ള, അല്ലെങ്കിൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇവർക്ക് ലീഗലി ഇൻ്റർനാഷണൽ the court's role is to settle in accordance with international law legal disputes submitted to it by the states and to give advisory opinions on legal questions referred to it by authorized United Nations organs and specialized agencies. അപ്പോൾ അവരുടെ മുന്നിൽ
സബ്മിറ്റ് ചെയ്യപ്പെടുന്ന ലീഗൽ ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളും ഒക്കെ തീർപ്പാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ്ണ് സെക്രട്ടേറിയറ്റ് ആണ് നമ്മളുടെ UN-ൻ്റെ ഒരു ഭരണസിരാകേന്ദ്രം എന്നൊക്കെ നമുക്ക് പറയാവുന്നത് കേട്ടോ. ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഫങ്ഷനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് അലോങ് ഡിപ്പാർട്ട്മെൻറ്റൽ ലൈൻസ് വിച്ച് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഓഫീസ് ഹാവിങ് എ ഡിസ്റ്റൻറ്റ് ഏരിയ ഓഫ് ആക്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ഓഫീസസ് വരുന്നുണ്ട്. ഈ ഓഫീസസ് എല്ലാം പലയിടത്തായിരിക്കും. ഇപ്പോൾ ഈ ഓരോ ഓഫീസും പല മാറ്റേഴ്സ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഇതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ആണ്, അല്ലേ? നമ്മുടെ UN-ൻ്റെ സെക്രട്ടറി ജനറൽ ആണ് അതിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത്. UN-ൻ്റെ സെക്രട്ടറി ജനറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ സെക്രട്ടറി ജനറലാണ്. അന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. അപ്പോൾ സം ഓഫ് ദ ഓഫീസസ് അണ്ടർ സെക്രട്ടേറിയറ്റിലെ സെക്രട്ടേറിയറ്റിൻ്റെ കീഴിലുള്ള ചില ഓഫീസസ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കുറേ ഓഫീസസ് ഉണ്ട്, അതിൽ 3-4 എണ്ണമാണ് എഴുതിയിരിക്കുന്നത്. ഓഫീസ് ഓഫ് ലീഗൽ അഫയേഴ്സ്, എക്സിക്യൂട്ടീവ് ഓഫീസ് ഓഫ് ദ സെക്രട്ടറി ജനറൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് പീസ് ബിൽഡിംഗ് അഫയേഴ്സ്, ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമനിറ്റേറിയൻ അഫയേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്. അങ്ങനെ നമ്മളുടെ ബാക്കി ഓർഗൻസ് ഹാൻഡിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ അവരെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അടങ്ങിച്ചേർന്ന ഒരു പാർട്ടാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് UN-നെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.